മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ ദഅവത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഉടമയായ അള്ളാഹുവും അടിമയായ മനുഷ്യനും തമ്മിൽ നടത്തുന്ന മുനാജാത്തിനെ കുറിച്ചാണ്. സാങ്കേതികമായി പലതരത്തിലും ദഅവത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് തഹ്ദിയത്താണ്. ഹിദായത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്നതാണ് തഹ്ദിയത്ത്. രണ്ടാമത്തേത് ഇസ്ലാഹാണ്. മനുഷ്യന്മാരുടെ അഖീദ ശരിയാക്കിയെടുക്കുന്നതാണ് ഇസ്ലാഹ്. മൂന്നാമത്തേത് ഇർഷാദാണ്. എത്തിയ ആളുകളെ നന്നാക്കിയെടുക്കുന്നതാണ് ഇർഷാദ്. നാലാമത്തേത് വഅദാണ്. ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതാണ് വഅദ്. തഹ്ദിയത്ത് എന്ന ഒന്നാമത്തേത് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വഴി നടത്തുക എന്നത് വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. വഴിയിലേക്ക് ചേർക്കേണ്ടവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഹിദായത്ത് പറഞ്ഞു കൊടുക്കാനും ഹിദായത്ത് കാണിച്ചു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും മാത്രമേ കഴിയുള്ളൂ. ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങൾ ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്താക്കാൻ കഴിയൂല, വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. മെയിൻ റോഡിൻ്റെ സൈഡിൽ ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രവർത്തകരാരൊക്കെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അതുകൊണ്ട് എടുത്ത് മാറ്റിയില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. അതുകൊണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ ബൈക്കാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാത്ത വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് പാർക്കിങ്ങിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യണം എന്നറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഹിദായത്ത് നൽകാൻ അല്ലാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യും. ഹിദായത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം. ഹിദായത്താക്കണേ എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉദ്ദേശം ഹിദായത്തിലേക്ക് ചേർക്കണേ എന്നാണ്. ആക്കലും ചേർക്കലും രണ്ടാണ്. തലശ്ശേരിക്ക് ഇക്കൂടെ പോകുക എന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേക്ക് നേരെ വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ഹിദായത്ത് ആക്കലാണ്. ഹിദായത്ത് ചേർക്കൽ പറഞ്ഞാൽ തലശ്ശേരിക്ക് ഇക്കൂടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കയറി ഇരുന്നിട്ട് വിട്ടുവിടുക പറഞ്ഞു. അങ്ങനെ തലശ്ശേരി എത്തിയപ്പോൾ പറഞ്ഞു, ഇതന്നെയാണ് തലശ്ശേരി, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിനാണ് ഹിദായത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൻ്റെ ഇഹ്ദിനൻ്റെ അർത്ഥം ശരിക്ക് ഹിദായത്തിലേക്ക് ചേർക്കണേ എന്നാണ്. അത് മൗത്തോടുകൂടെ തീരുമാനമാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജീവിതം കൊണ്ട് തീരുമാനമാവില്ല. ജീവിതം ശരിയായാൽ മൗത്തിൻ്റെ സമയത്ത് ഹിദായത്തിലാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസം നമ്മളെ അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇസ്ലാഹാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അഖീദ നന്നാക്കിയെടുക്കലാണ്. മധ്യസ്ഥത വഹിക്കുന്നതിനും ഇസ്ലാഹ് എന്ന് പറയുകയൊക്കെ ചെയ്യും. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അഖീദ നേരാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തക്കാരാക്കുക, അതാണല്ലോ അഖീദ നേരാക്കുക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ അഖീദയെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് അഖീദ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊക്കെ പള്ളിൻ്റെയും മദ്രസൻ്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ എഴുതലുണ്ട്, ഷാഫി, ഹനഫി, അംബലി, മാലിക്കി തുടങ്ങിയ നാലാലൊരു മദ്ഹബും കർമ്മശാസ്ത്രപരമായും
വിശ്വാസപരമായി അശ്അരി മാതുരീദി എന്നീ രണ്ട് ശ്രേണികളിൽ നിന്നൊന്നും സ്വീകരിച്ച് അനുഷ്ഠിച്ചു പോരുന്നവർ എന്നൊക്കെ പറയലുണ്ട്. അതിൻ്റെ പേരാണ് ഈ അഖീദ എന്ന് പറയുന്നത്. അത് ശരിയാക്കി എടുക്കുക. കർമ്മശാസ്ത്രം ഒരു അഖീദ തന്നെയാണ്. ഫിഖ്ഹ് എന്ന് പറയുന്നത് ഒരു അഖീദയുടെ ഭാഗം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നതാണ്. അനുകൂല സാഹചര്യത്തിൽ മാത്രമൊന്നല്ല മുസ്ലിമാവാൻ പറ്റുക, പ്രതികൂല സാഹചര്യത്തിൽ മുസ്ലിമാവാൻ പറ്റും. ഒരാളെ കയ്യും കാലൊക്കെ ഒരു ചങ്ങലയിലിട്ടിട്ട് ഇങ്ങനെ ബന്ധിച്ചൊരു മൂലൊക്കെ ഇട്ടുങ്ങാണ്ട് തോക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ നിന്നുങ്ങാണ്ട് അല്ലല്ല എന്ന് പറടാ ഇപ്പോൾ വെടിവെക്കും എന്ന് പറഞ്ഞ പോകും വെടി പേടിച്ചിട്ട് അല്ലല്ല എന്ന് പറഞ്ഞാൽ ദീനെന്ന് പുറത്ത് പോകില്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ. അതുകൊണ്ട് അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അത് അഖീദയുടെ ഭാഗം തന്നെയാണ്. നിസ്കരിക്കാൻ കഴിയാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കണം, നിസ്കരിക്കാൻ കഴിയാത്ത ആൾ കിടന്നിസ്കരിക്കണം, നിസ്കരിക്കാനും കഴിയാത്ത ആൾ തലോണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടണം നിസ്കരിക്കണമാതിരി, തലോണ്ട് ആംഗ്യം കാണിക്കാനും കഴിയാത്ത ആൾ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണം നിസ്കരിക്കണമാതിരി, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയാത്ത ആൾ കൽബിൽ നിസ്കാരത്തെ ഇങ്ങനെ നടത്തണം. കൽബിൽ നിസ്കാരത്തെ നടത്താൻ ഒരാൾക്ക് കഴിയൂലെങ്കിൽ നിസ്കരിക്കണ്ട, അവൻ്റെ പേര് പിരാന്തം എന്നാണ്, നേരെ സ്വർഗത്ത് കണ്ടുപോകും. ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ പറ്റും എന്നത് ഈ പറഞ്ഞതൊക്കെ ഫിഖ്ഹാണ്, നമ്മളെ അഖീദയാണ്. നമ്മുടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞത് നമ്മുടെ അഖീദയാണ്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ആ പാടുള്ളത് അമലിയാത്തിലല്ല ദീനിയാത്തിലാണ്. നിങ്ങൾ പോയിട്ട് നോക്കിയോണ്ട്. അത് ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ അഖീദ പറയുന്ന പുസ്തകത്തിലാണ് ഈ പാടുള്ളത്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് ദീനിയാത്തിലാണ് ആ പാടുള്ളത്. അപ്പോൾ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അഖീദയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ അഖീദക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊരാൾ വന്നിട്ട് ഒരു ദ്വാക്ക് ഇജാബത്തുള്ള ആളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്നോടത്ത് പോയിക്കോളി, ഇന്ന ആളെടുത്ത് പോയി പറഞ്ഞോളി എന്ന്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറയലുണ്ടല്ലോ, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ഒരു ദിവസം രാത്രി ഇശാംസ്കാരം കഴിഞ്ഞിട്ട്, കണ്ണിയത്തിൻ്റെ താരീഖിലുണ്ട്, ഇശാംസ്കാരം കഴിഞ്ഞിട്ട് മഴ പെയ്യാൻ വേണ്ടി തോരുന്നു. സംഗതിയിൽ മഴ പെയ്തില്ല. സുബീക്ക് ജമാഅത്തിന് ആളുകൾ വന്നപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ഒരു തമാശക്കാരൻ, കമ്മിറ്റിക്കാരനും കൂടിയാണ്, ഒരു തമാശക്കാരൻ, അയാളിങ്ങനെ കാലിൻ്റെ വിരൽ മാത്രം ഇങ്ങനെ കുത്തിയിട്ട് നടന്നു, മടമ്പ് തട്ടിക്കാതെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ ചോദിച്ചു എന്താ ഇങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു മഴ പെയ്തിട്ട് ചളിയോണ്ടേ എന്ന് പറഞ്ഞു. സംഗതി മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വിവരം കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞു കണ്ണിയത്താമ്പത് ഇനി ഈ പള്ളിയിൽ ദർശനം നടത്തണമെങ്കിൽ മഴ പെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തു എന്നുള്ളതാണ്. ഇലക്ഷൻ സമയമായപ്പോൾ ഒരു ദിവസം ഒരാൾ ദ്വാരപ്പിക്കാൻ വേണ്ടി ചെന്നു, നോമിനേഷൻ കൊടുത്ത ആൾ. കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു ഞാൻ ഇവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, മത്സരിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അതിൽ ഉസ്താദ് ദ്വാരന്നു, പഠിച്ചോനെ ഈ ചങ്ങായിനെ ജയിപ്പിക്കണമെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ എതിർ സ്ഥാനാർത്ഥി വന്നിട്ട് പറഞ്ഞു ഞാനിവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വേറൊരാൾ വന്ന് ദ്വാരപ്പിച്ച് പോയി പറഞ്ഞു. എന്താ വെച്ചാൽ രണ്ടാമത് ദ്വാരക്കാൻ പറ്റില്ല, കാരണം ആദ്യത്തേന് ഇജാബത്ത് ഉറപ്പാണ്. നമുക്ക് എത്രയും ദ്വാരക്കാം, കാരണം എന്താ വെച്ചാൽ ഇജാബത്ത് ഉറപ്പൊന്നുമില്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ആയിരുന്നില്ല എന്നല്ല. അതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ദ്വാക്ക് ഇജാബത്തുള്ള ആളെ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കാണ്ട്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ മദ്ഹിയിൽ ശരിയല്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് പറയണില്ല എന്നേ ഉള്ളൂ. സംഗതി നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. സുന്നികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെങ്ങനെ കൊണ്ടുവരാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എന്തുകൊണ്ടാണോ സമസ്തക്കാരായത് അതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറയും സമസ്തയാവുള്ളൂ. നമ്മൾ എന്തുകൊണ്ടായിട്ടുള്ളതെന്ന് നമ്മളിതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. മുൻഗാമികളായ സമസ്തയുടെ മൺമറഞ്ഞുപോയ ആളുകളുടെ മനാക്കിബുകൾ കേട്ടതാണ് നമ്മൾ സമസ്തക്കാരായതിൻ്റെ കാരണം. പുതിയ തലമുറയും സമസ്തയിലേക്ക് വരണമെങ്കിൽ അതേ മാർഗം തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇർഷാദാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നാലാമത്തെ വയലിനെ പറ്റി പറയാം. വയല് എന്ന് പറഞ്ഞാൽ
ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് തർഗീബ്, മറ്റൊന്ന് തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞാൽ പൂതിയൊപ്പിക്കുക, തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. വഅദിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണത്. ഒന്ന് തർഗീബും മറ്റൊന്ന് തർഹീബും. പൂതിയൊപ്പിക്കുക, തർഗീബാക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം, റജബ് മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെ റജബ് എന്ന ഒരു തടാകമുണ്ട്. റജബ് മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുന്ന ആൾക്ക് ആ തടാകത്തിൽ നിന്ന് അല്ലാഹു തആല കുടിപ്പിക്കുന്നതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് തർഗീബ് പറയുന്നത്. അത് പറഞ്ഞു കാണിച്ചെന്നാൽ വിശദീകരിക്കണേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്തതാണ്. തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. പേടിപ്പിക്കുക എന്താ പേടിപ്പിക്കുക പറഞ്ഞാൽ പലിശയിൽ നിന്ന് അമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാകുന്നു. വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ കഠിന കഠോരവുമാണ്. വ്യഭിചാരി അന്ത്യനാളിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു കൊണ്ടിരിക്കുമെന്നും ആ ചലത്തിൻ്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും വ്യഭിചാരിയുടെ തൊട്ടടുത്ത് നരകത്തിൽ കിടക്കുന്ന ആൾ പോലും അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുമാണ് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് തർഹീബ് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടുമാണ് വഅദിലുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി വഅദിലുള്ളത് താരീഖുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. താരീഖ് പറയുന്നതിന് 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം അതുപോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. എല്ലാ സമയത്തും നടന്നോണമെന്നില്ല, ചിലപ്പം നടക്കും, ചിലപ്പം നടക്കാതിരിക്കും. രണ്ടാമത്തെ ഒരു ഗുണമുള്ളത് നിയ്യത്തുറക്കാൻ താരീഖ് പറ്റും എന്നുള്ളതാണ്. ഒരു അമല് കൽബിൽ ഉറക്കാൻ താരീഖ് പറ്റും. വെള്ളിയാഴ്ച നമ്മളൊക്കെ നാട്ടിൽ പോത്തിനറക്കലുണ്ട്. വെള്ളിയാഴ്ചത്തെ അറവിന് വേണ്ടത് നല്ലൊരു മൂരിക്കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു പോത്തും കുട്ടി വേണം. പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തി വേണം. പിന്നെ അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കും വേണം. ഇങ്ങനെ 3 സാധനമാണ് അറക്കാൻ വേണ്ടത്. വലിയൊരുനാൾക്ക് നമ്മളവിടെ പോത്തിനെയും മൂരിനെയൊക്കെ ഇറക്കും. അതിനും വേണ്ടത് ഈ 3 സാധനമാണ്. ഒരു മൂരിക്കുട്ടിയും വേണം, മൂർച്ചുള്ള ഒരു കത്തിയും വേണം, അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കും വേണം. വെള്ളിയാഴ്ചത്തെ അറവും ഉളുഹിയ്യത്തിൻ്റെ അറവും തമ്മിൽ വേർതിരിയുന്നത് ഉളുഹിയ്യത്തിൻ്റെ അറവിന് പിന്നിൽ ഒരു താരീഖുണ്ട് എന്നതാണ്. അത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ താരീഖാണ്. പക്ഷേ ചില താരീഖ് ഉപദ്രവമായിട്ട് വരലുണ്ട്. എല്ലാതും ഉപകാരമൊന്നുമല്ല, ചില താരീഖ് ഉപദ്രവമാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയ കഥ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ നൊലോളിച്ച് പറഞ്ഞു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ എനിക്കത് അങ്ങനെ പറയാൻ കഴിയൂല. അറക്കാൻ കൊണ്ടുപോയിട്ട് പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും അത് ജിബിരിയിൽ സ്വർഗത്തുനിന്ന് ആടിനെ കൊടുന്ന കേസല്ലേ. സംഭവം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ആടിനെ കൊണ്ടുവന്നു എന്ന ഇൽമ് നമുക്കവിടെ ഉപദ്രവമായിട്ടാണ് മാറുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അറക്കാൻ കൊണ്ടുപോയത് തന്നെയാണ്. അല്ലാഹു തആല നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വഹി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പം മരിച്ചു എന്ന് കരുതി പറഞ്ഞ തന്നെയാണ്. വാപ്പ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞത് ആടിനെപ്പോൾ കൊണ്ടുവരുന്ന് കരുതി പറഞ്ഞതല്ല, ജീവൻ പോകുന്ന കരുതി പറഞ്ഞ തന്നെയാണ്. ഇങ്ങനെ ചില വിവരങ്ങളും ചില താരീഖുകളൊക്കെ ഉപദ്രവം ആവലുണ്ട്. പക്ഷേ ഭൂരിഭാഗം താരീഖുകളും ഉപകാരം തന്നെയാണ്. അപ്പം നിയ്യത്ത് തുറക്കാൻ താരീഖ് പറ്റും. താരീഖിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാൻ താരീഖ് പറ്റും. താരീഖ് ശരിക്കും അതിനുള്ളതാണ്. നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് സ്കരിക്കുമ്പോഴേക്ക്, ഒരു 2 റക്അത്ത് ദുഹാ സ്കരിക്കുമ്പോഴേക്ക്, 1 റക്അത്ത് വിത്ർ സ്കരിക്കുമ്പോഴേക്ക്
വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുക. ചില ആൾക്കാരൊക്കെ പറയലുണ്ട് തഹജ്ജുദിൻ്റെ പോരിശം എങ്ങനെ പറയും. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഉറങ്ങണേൻ്റെ മുന്നേ എല്ലാ ദിവസവും രാത്രി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ 2 റക്അത്ത് തഹജ്ജുദ് ഒടുക്കും എത്തുന്നില്ല എന്ന് മനസ്സിലാവും. സാലിം വൈസി വലിയ വേദന, മൂപ്പരിങ്ങനെ നടന്ന് പറയുന്നല്ലേ, എന്തോ ഒരു വേദന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഹിയുദ്ദീൻ മാല അങ്ങനെ പാടിയത്. 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. അപ്പോഴാണ് നമ്മളെ വേദന എടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുക. താരീഖ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മൂന്നാമത്തതാണ്, നമ്മളെ എടുക്കും എത്തിയില്ലല്ലോ പടച്ചോനെ എന്ന് മനസ്സിലാവും. ഇതാണ് സംഗതി. അപ്പോൾ വയലിൽ ഇതൊക്കെ ഒരുങ്ങി ബാക്കിയുള്ളൊരു സാധനമാണ് ഇർഷാദ്. മഹല്ല് തലങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇർഷാദിന് വേണ്ടിയിട്ടാണ്. ഇനി അനുബന്ധമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. നസീഹത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കൗൺസിലിങ്. മറ്റൊന്നുണ്ട് തർബിയത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പാരൻറ്റിങ്. ഇങ്ങനെ ദൈവത്തിൽ ഇനിയും ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഇർഷാദിനെ കുറിച്ച് പറയാം. ഇർഷാദ് എന്നത് മഹല്ല് തലങ്ങളിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത്. ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ 4 എണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം. 1, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. 2ാമത്തേത് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു. 2, വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. 3ാമത്തേത് റിദ്ദത്ത്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദ്ദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം. സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട്. മദ്യം മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല, ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന വണ്ടീനെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനമൊക്കെ എടുത്തിടന്നെ. ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. അവസാനം കൗണ്ടറിൽ എത്തിയേക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കയ്യിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സാധനം വാങ്ങണം, നല്ലത് വാങ്ങണം, ക്വാളിറ്റി ഉള്ളത് വാങ്ങണം, ഒക്കെ വേണം. പക്ഷെ ആവശ്യമുള്ളതല്ല വാങ്ങണ്ടേ, കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ. നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ, കാണുന്നതൊക്കെ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക്, അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഒരു 100 റുപ്യൻ്റെ ബനിയൻ വാങ്ങാൻ വേണ്ടിയിട്ട് 10 പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതൊരു കടയിൽ കയറി അവിടെ 4 ഐറ്റം ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് അധികവും ആവശ്യമുള്ളതല്ല, കാണുന്നതൊക്കെയാണ് വാങ്ങുക എന്നുള്ളതാണ്. കണ്ടപ്പോൾ എന്താ ആവശ്യമില്ലാത്ത? കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാ സാധനവും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 2ാമത്, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം. ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ. 1 കൊടുത്താൽ 10 കിട്ടുന്ന ഇടപാട് ദാനധർമ്മമല്ലാത്ത വേറൊന്നുമില്ല. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ്. 7 തലമുറ പിന്നിടുന്നതിന് മുമ്പായിട്ട് 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം. ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ 7 തലമുറയിൽ ഏതെങ്കിലും ഒരു വല്ലിപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. സംഗതി മക്കത്ത് നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്തിട്ടുങ്ങാണ്ട് പോകുന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുഹാജിറാണ്, അൻസാരി അല്ലല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്ത് ചോദിച്ചാലും മൂപ്പര് കൊടുക്കും. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയതറിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടുവരികറിഞ്ഞ് പോയി. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു അന്നിട്ടോ, 1400 കൊല്ലം മുമ്പ്. ഇന്ന് തന്നെ പെരയിലായിരിക്കാം 14,000 ദിർഹംസ് ഉണ്ടാകുക നോക്കണം. എന്നിട്ട് അതിന് 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു.
യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിഞ്ഞപ്പോൾ എല്ലാവരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീച്ചു നിന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ. വയല് പിന്നെയും പറഞ്ഞു, രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു, 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ. മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിക്കാണ്ട് പോയ ആളാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. എന്തേ കൊടുക്കാണ്ടതിൻ്റെ കാരണം? മൂപ്പര വാപ്പ ധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ് കാരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമും നടന്നു പോകുമ്പോൾ 3 സംഭവങ്ങളിലുണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മതിൽ നന്നാക്കി കൊടുത്തത്. മതിൽ നേരാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, ആ മതിലിൻ്റെ ചോട്ടിലെ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട്, അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അവിടെ അതിൻ്റെ തഫ്സീർ കാണും, വക്കാന അബൂഹുമാ സ്വാലിഹ, ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് കാണാം. ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല, 7ാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് കാണാം. സമ്പത്തിൻ്റെ പരിപാലനം, സമ്പത്തിൻ്റെ വളർച്ച, ദാനധർമ്മങ്ങളാണ്. അത് നാട്ടിലുണ്ടാവണം, അത് കുടുംബത്തിലുണ്ടാവണം, അത് പെരയിലുണ്ടാവണം. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടയ്ക്കൊരു വെള്ളിയാഴ്ച ഒഴിവായാലും മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള പിരിവുണ്ടായിരിക്കണം. എന്നാൽ ആ പ്രദേശത്ത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ പലിശ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പിന്നുള്ളത് വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. വ്യഭിചാരം വ്യാപകമായതിൻ്റെ കാരണം ഇന്ന് അതിൻ്റെ ഒരു ഗൗരവം അങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ സഹവാസത്തിലെ സൂക്ഷ്മതക്കുറവ് അല്ലെങ്കിൽ ഹിജാബിൻ്റെ സൂക്ഷ്മതക്കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം. ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കായി മാറിയിട്ടുണ്ട്. ഹിജാബ് കുറേ എണ്ണുണ്ട്. കണ്ണിൻ്റെ ഹിജാബുണ്ട്, അത് ആണിനും പെണ്ണിനും ഒരേ മാതിരി തന്നെയാണ്. ഹിജാബിൽ ആകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ. കണ്ണിൻ്റെ ഹിജാബുണ്ട്. പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല, സ്ത്രീ പുരുഷനെ എങ്ങോട്ടും നോക്കാൻ പാടില്ല. പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട്. നോട്ടമുണ്ട്, നോക്കലുണ്ട്, കാണിക്കലുണ്ട്. പുരുഷനെ സംബന്ധിച്ച് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം. ആണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ തിരിഞ്ഞു നോക്കും, പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ദയാണെങ്കിലും ഒന്ന് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് രണ്ടും നോട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നോട്ടത്തിൻ്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും ഒരേ മാതിരിയാണ്. പിന്നൊന്നുള്ളത് സംസാരത്തിൻ്റെ ഹിജാബാണ്. അതും ആണിനും പെണ്ണിനും ഒരേ മാതിരി തന്നെയാണ്. നോക്കലും കാണലും രണ്ടാണ്, വ്യത്യാസമുണ്ട്. നോക്കണതിന് കുഴപ്പമാണ്, കാണുന്നതിന് കുഴപ്പമില്ല. തിങ്കളാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി 10 മണിക്ക് KSRTC ബസ്സിൽ കയറിയപ്പോൾ കണ്ടു, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി KSRTC കയറി, അത് വേറെ സാധനമാണ്. അപ്പോൾ വേറെ സാധനമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ്. കാണുന്നതല്ല പ്രശ്നം, നോക്കലാണ് പ്രശ്നം. അത് ആണിനും പെണ്ണിനും ഒരേ മാതിരി തന്നെയാണ്. പിന്നൊന്നുള്ളത് സഹവാസത്തിൻ്റെ ഹിജാബാണ്. ആണിനും പെണ്ണിനും ഒരേ മാതിരിയാണ്. ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞുകൊടുത്ത് ആണിൻ്റെ ഹിജാബ് ഒരേ മാതിരിയാണ്, പെണ്ണിൻ്റെതും ഒരേ മാതിരിയാണ്. പിന്നെ ഇനി ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ്. അത് ആണിൻ്റെ ഹിജാബും പെണ്ണിൻ്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും ഒരേ മാതിരി അല്ലാത്ത തന്നെയാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരു ഹിജാബ് ഉണ്ട്, അതിന് കൽബിൻ്റെ ഹിജാബ് എന്നാണ് പറയുക. അതും ആണും പെണ്ണിനും ഒരേ മാതിരിയാണ്. ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബുകൊണ്ടുള്ളൊരു ഹിജാബുണ്ട്, അത് പുരുഷനെ സംബന്ധിച്ചോ സ്ത്രീയെ സംബന്ധിച്ചോ ഒരേ മാതിരിയാണ്. അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ലൈംഗിക